സെൽഫ് ഇൻഡക്ഷൻ ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ, സ്വയം പ്രേരണവും പരസ്പര പ്രേരണവും. സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാനായി നമുക്കിവിടെ ഒരു കോയിൽ എടുക്കാം. ഈ കോയിൽ ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സർക്യൂട്ടിലേക്ക് ഒരു സ്വിച്ച് കൂടെ കണക്ട് ചെയ്യാം. ഇപ്പോൾ സ്വിച്ച് ഓഫ് പൊസിഷനിലാണ്, അതായത് സർക്യൂട്ടിൽ കറണ്ട് ഇല്ല, കറണ്ട് 0 ഇനി നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പം എന്ത് സംഭവിക്കും? സർക്യൂട്ടിലെ കറണ്ട് 0 നിന്ന് മാക്സിമത്തിലേക്ക് ഉയരും. വളരെ ചെറിയൊരു സമയം കൊണ്ടാണ് കറണ്ട് 0 നിന്ന് മാക്സിമത്തിലേക്ക് ഉയരുന്നത്. ആ സമയത്ത് ഈ കോയിലിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡും 0 നിന്ന് മാക്സിമം സ്ട്രെങ്തിലേക്ക് ഉയരും. സ്വിച്ച് ഓൺ ചെയ്യുമ്പം കോയിലിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കൂടി വരുന്നത് ശ്രദ്ധിക്കുക. കോയിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ വേരിയേഷൻ അവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നടക്കാൻ കാരണമാവുന്നു. സർക്യൂട്ടിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMFും അതിലൂടെ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ടും ഡെവലപ്പ് ചെയ്യുന്നു. സർക്യൂട്ടിലെ കറണ്ട് 0 നിന്ന് മാക്സിമത്തിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നതാണ് ഇവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവാനുള്ള കാരണം. നമുക്കറിയാം, ഇൻഡ്യൂസ്ഡ് കറണ്ട് എപ്പോഴും അത് ഉണ്ടാവാനുള്ള കാരണത്തെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് ഫ്ലോ ചെയ്യുക. അതായത് സർക്യൂട്ട് കറണ്ട് ഗ്രോ ചെയ്തതാണ് ഇവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവാനുണ്ടായ കാരണം. അതുകൊണ്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട് സർക്യൂട്ട് കറണ്ടിൻ്റെ ഗ്രോത്തിനെ, സർക്യൂട്ട് കറണ്ട് ഉയരുന്നതിനെ ഒപ്പോസ് ചെയ്യുന്നു. അതിനാൽ ഒരു നോർമൽ സർക്യൂട്ടിൽ സർക്യൂട്ട് കറണ്ട് എത്ര പെട്ടെന്ന് മാക്സിമം ലെവലിലേക്ക് എത്തുന്നോ അത്രയും പെട്ടെന്ന് ഒരു കോയിൽ സർക്യൂട്ടിൽ കറണ്ട് മാക്സിമം ലെവലിലേക്ക് എത്തുന്നില്ല. വളരെ ചെറിയൊരു ടൈം ഡിലേ നമുക്കവിടെ കാണാൻ പറ്റും. ഇത് നമുക്കൊരു എക്സ്പെരിമെൻറ്റിലൂടെ മനസ്സിലാക്കാം. ഇവിടെ നമ്മളൊരു സർക്യൂട്ട് കണക്ട് ചെയ്യാൻ പോകുന്നു. ബാറ്ററിയും സ്വിച്ചും ഉൾപ്പെട്ട സർക്യൂട്ടിൽ 2 ബൾബുകളെ പാരലായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ? ഒരു പാരലൽ ബ്രാഞ്ചിൽ റെസിസ്റ്റൻസും ബൾബും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത പാരലൽ ബ്രാഞ്ചിൽ കോയിലും മറ്റൊരു ബൾബും ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, റെസിസ്റ്റൻസ് ഉൾപ്പെട്ട സർക്യൂട്ടിലെ ബൾബ് പെട്ടെന്ന് ഗ്ലോ ചെയ്തു. അതേസമയം കോയിൽ ഉൾപ്പെട്ട സർക്യൂട്ടിലെ ബൾബ് വളരെ സാവധാനമാണ് പൂർണ്ണമായും അതിൻ്റെ ഗ്ലോയിലേക്ക് എത്തുന്നത്. ഇതിന് കാരണം എന്താണ്? ഇവിടെ കോയിൽ ഉൾപ്പെട്ട സർക്യൂട്ടിൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സ് വാരി ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFും അതുവഴി ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടും സർക്യൂട്ട് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുകയും സർക്യൂട്ട് കറണ്ടിൻ്റെ ഗ്രോത്തിനെ എതിർക്കുകയും ചെയ്യുന്നു. റെസിസ്റ്റൻസ് ഉൾപ്പെട്ട സർക്യൂട്ടിലെ കറണ്ട് മാക്സിമത്തിലെത്തുന്ന അത്ര പെട്ടെന്ന്, അത്രയും വേഗത്തിൽ കോയിൽ ഉൾപ്പെട്ട സർക്യൂട്ടിലെ കറണ്ടിന് മാക്സിമത്തിലെത്താൻ പറ്റുന്നില്ല. അതിൻ്റെ ഗ്രോത്ത് ചെറുതായി ഒന്ന് ലാഗ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ചൊന്ന് പതുക്കെയാവും. അതുകൊണ്ടാണ് നമ്മുടെ റെസിസ്റ്റർ സർക്യൂട്ടിൽ ഉൾപ്പെട്ട ബൾബ് ഗ്ലോ ചെയ്ത അത്രയും വേഗതയിൽ നമ്മുടെ കോയിൽ സർക്യൂട്ടിൽ ഉൾപ്പെട്ട ബൾബിന് പ്രകാശിക്കാൻ സാധിക്കാഞ്ഞത്. ഇനി നമ്മുടെ ഈ സർക്യൂട്ടിലെ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്യുമ്പം എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പോൾ സർക്യൂട്ടിലെ കറണ്ട് മാക്സിമമാണ്. സ്വിച്ച് ഓഫ് ചെയ്യുമ്പം സർക്യൂട്ട് കറണ്ട് മാക്സിമത്തിൽ നിന്ന് 0 കുറയാൻ തുടങ്ങും. ആ സമയത്ത് കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡും, ഇപ്പോൾ മാക്സിമത്തിൽ നിൽക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും ഒപ്പം തന്നെ കുറയാൻ തുടങ്ങും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓരോന്നായി കുറഞ്ഞു വരും, അല്ലേ? ഫ്ലക്സിൽ വരുന്ന ഈ വേരിയേഷൻ രണ്ടാമത് വീണ്ടും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ സംഭവിക്കാൻ കാരണമാകും. ഇങ്ങനെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF അഥവാ ബാക്ക് EMF പലപ്പോഴും നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുമ്പം സ്വിച്ചിനകത്ത് ഒരു സ്പാർക്കായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ സമയത്ത് സർക്യൂട്ടിലെ കറണ്ടിന് വരുന്ന മാറ്റം എന്താണെന്ന് അറിയാൻ നമുക്ക് നേരത്തെ നമ്മൾ കണ്ട എക്സ്പെരിമെൻറ്റിലേക്കൊന്ന് നോക്കാം. സ്വിച്ച് ഓഫ് ചെയ്യുമ്പം റെസിസ്റ്റർ സർക്യൂട്ടിലെ ബൾബിൻ്റെ ഗ്ലോ പെട്ടെന്ന് അവസാനിച്ചു. എന്നാൽ കോയിൽ സർക്യൂട്ടിലെ ബൾബ് കുറച്ച് ഡിലേ വന്നു, അല്ലേ? പതുക്കെയാണത് സ്റ്റോപ്പ് ആവുന്നത്, അതിൻ്റെ ഗ്ലോ നിൽക്കുന്നത്. ഇതിന് കാരണം സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് ആ സമയത്തുള്ള അതുണ്ടാവാനുള്ള റീസണെ എതിർക്കും. അതായത്
കറണ്ട് മാക്സിമത്തിൽ നിന്ന് സീറോയിലേക്ക് താഴുന്നു, ഡിക്കേ ചെയ്യുന്നു എന്നുള്ളതാണ് ആ സമയത്ത് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവാനുണ്ടായ കാരണം. അതിനെ എതിർക്കുന്ന രീതിയിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. അതായത് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സർക്യൂട്ട് കറണ്ടിൻ്റെ അതേ ദിശയിൽ അതിനെ ഡീക്കേ ചെയ്യാൻ സമ്മതിക്കാത്ത ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ റെസിസ്റ്റർ സർക്യൂട്ടിലെ കറണ്ട് സീറോ ആവുന്ന അത്ര വേഗതയിൽ കോയിൽ സർക്യൂട്ടിലെ കറണ്ടിന് സീറോ ആവാൻ പറ്റില്ല. ചെറിയൊരു ഡിലേ സംഭവിക്കുന്നത് കൊണ്ട് ആ ഒരു ഡിലേ ബൾബിൻ്റെ ഗ്ലോ അവസാനിക്കുന്നതിൽ നമുക്ക് കാണാൻ പറ്റും. കോയിലിൻ്റെ ഈ ഒരു പ്രത്യേകതയെ സെൽഫ് ഇൻഡക്ഷൻ എന്നാണ് പറയുന്നത്. സെൽഫ് ഇൻഡക്ഷൻ മൂലം കോയിൽ അത് ഉൾപ്പെട്ടിരിക്കുന്ന സർക്യൂട്ടിലെ കറണ്ടിൻ്റെ വേരിയേഷനെ എപ്പോഴും ഒപ്പോസ് ചെയ്യും. ഇവിടെ നിങ്ങൾക്കൊരു കോയിൽ കാണാം. നമുക്കിപ്പോൾ അറിയാം കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നതിനനുസരിച്ചാണ് കോയിലിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അഥവാ ഫ്ലക്സ് ഫോം ചെയ്യുന്നത്. കോയിലിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കുറവാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ്, ഫ്ലക്സിൻ്റെ വാല്യൂ കുറവായിരിക്കും. കറണ്ടിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് കോയിലിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ വാല്യൂ കൂടിക്കൂടി വരും. സോ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ എ കോയിൽ പ്രപ്പോർഷണൽ ടു കറൻറ്റ് ത്രൂ ദ കോയിൽ. ഒരു കോയിലിലെ കാന്തിക ഫ്ലക്സ് എന്തുമായിട്ട് നേരനുപാതത്തിലാണ്? കോയിലിലൂടെ ഒഴുകുന്ന കറൻറ്റുമായി നേരനുപാതത്തിലാണ്. ഇത് നമുക്ക് മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഫൈ എന്നത് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ സിമ്പൽ. ഫ്ലക്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പലാണ് ഫൈ, പ്രപ്പോർഷണൽ ടു ഐ ഓർ ഫൈ ഈക്വൽ ടു. ഇപ്പം നമ്മൾ ഈ പ്രപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റിയിട്ട് ഈക്വൽ സൈൻ ചേർക്കുമ്പം ഒരു കോൺസ്റ്റൻറ്റ് ചേർക്കണ്ടേ? എൽ, അവിടുത്തെ കോൺസ്റ്റൻ്റ് ആണ് എൽ. ദെൻ ഈ ഐ നമുക്കിവിടെ ചേർക്കാം. സോ ഫ്ലക്സിൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന കോൺസ്റ്റൻറ്റ് എൽ, അതിൻ്റെ പേരെന്താണ്? സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ, അല്ലെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ എന്നും പറയാം. ഇതൊരു കോയിലിൻ്റെ വാല്യൂ ആണ്. ഓരോ കോയിലിനും അതിൻ്റേതായിട്ടുള്ളൊരു സെൽഫ് ഇൻഡക്റ്റൻസ് വാല്യൂ ഉണ്ട്. അത് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് ടേൺസ്, അതിൻ്റെ കോയിലിൻ്റെ ഏരിയ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. SI യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ SI യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ഹെൻറി. അതിൻ്റെ സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ H ആണ്. ഇനി നമുക്ക് ഈ കോയിലിൻ്റെ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ കോയിൽ, ഒരു കോയിലിലെ പ്രേരിത EMF E ഈസ് ഈക്വൽ ടു, നമ്മൾ ഫാരഡേയ്സ് ലോയും ലെൻസസ് ലോയും ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ ലെൻസസ് ലോ അനുസരിച്ച് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ വാല്യൂ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ഓർത്ത് നോക്കൂ. -d∅ ഡിവൈഡഡ് ബൈ dt. ഇതാണ് ലെൻസസ് ലോ അനുസരിച്ചുള്ള ഇൻഡ്യൂസ്ഡ് EMFൻ്റെ വാല്യൂ. ഇതിൽ ഈ കോയിലിൻ്റെ ഫൈ മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ കണ്ടുപിടിച്ചതാണ്, നമ്മളതിൻ്റെ ഇക്വേഷൻ എഴുതിയതാണ്. ആ വാല്യൂ ഇവിടെ ഫൈക്ക് പകരം കൊടുക്കണം. ഫൈയുടെ സ്ഥാനത്ത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ E ഈസ് ഈക്വൽ ടു -d/dt. ബാക്കിയുള്ള വാല്യൂസൊക്കെ എഴുതി d/dt. ഇനി ഫൈയുടെ സ്ഥാനത്ത് എന്താ വരിക? Li. ഫൈയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് Li എന്നാണ്. അതിൽ L ആണ് കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ്. ദെൻ ഇവിടെ L എന്ന് പറയുന്ന സെൽഫ് ഇൻഡക്റ്റൻസ് വാല്യൂ അത് കോയിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. കാരണം ഈ ഇക്വേഷൻ, ഈ ഒരു വാല്യൂ സൂചിപ്പിക്കുന്ന എന്താണ്? സമയത്തിനനുസരിച്ച് എല്ലിലും ഐയിലുമുള്ള ചേഞ്ച് എന്നാണ്. DLI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ L ആൻഡ് ചേഞ്ച് ഇൻ I വിത്ത് റെസ്പെക്ട് ടു ടൈം. സമയത്തിനനുസരിച്ച് സെൽഫ് ഇൻഡക്റ്റൻസിലും കറൻറ്റിലുമുള്ള ചേഞ്ച് എന്നാണ് ഈ ഒരു എക്സ്പ്രഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിന് സമയത്തിനനുസരിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഈ വാല്യൂവിനെ d/dtയുടെ പുറത്തേക്ക് മാറ്റാം. സോ E ഈസ് ഈക്വൽ ടു -L, അത് പുറത്തേക്ക് എടുത്തു. ഇനി ബാക്കി I മാത്രമേ d/dtയുടെ ഉള്ളിലേക്ക് വരുള്ളൂ.
di/dt. ഇതാണ് കോയിലിൻ്റെ ഇൻഡ്യൂസ്ഡ് EMF കാണാനുള്ള ഇക്വേഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇവിടെ നിങ്ങൾക്ക് 2 കോയിലുകൾ കാണാം. ആദ്യത്തെ കോയിലിലൂടെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. AC ആണ് ഫസ്റ്റ് കോയിലിലൂടെ നമ്മൾ പാസ് ചെയ്യുന്ന കറണ്ട്. AC എപ്പോഴും വാരി ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ടാണ്. രണ്ടാമത്തെ കോയിൽ വെച്ചിരിക്കുന്നത് ഒന്നാമത്തെ കോയിലിൻ്റെ അടുത്തായിട്ടാണ്. രണ്ടാമത്തെ കോയിലിനോട് ഒരു അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കോയിലിലൂടെയുള്ള കറണ്ടിൻ്റെ വേരിയേഷൻ രണ്ടാമത്തെ കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMFും ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ടും സൃഷ്ടിക്കുന്നത് കാണാൻ പറ്റും. അമ്മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ടിൻ്റെ അളവ് കാണാം. കോയിൽ അകലേക്ക് നീക്കുമ്പം കറണ്ടിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അടുത്തോട്ട് വയ്ക്കുമ്പം അതിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ടിൻ്റെ അളവ് കൂടി വരുന്നതായിട്ടും കാണാം. ഒന്നാമത്തെ കോയിലിലെ കറണ്ടിൻ്റെ വേരിയേഷൻ കൊണ്ട് രണ്ടാമത്തെ കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMFും അതുവഴി ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ടും സൃഷ്ടിക്കപ്പെടുന്ന ഈ പ്രതിഭാസത്തെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മളൊരു കോയിൽ എടുത്തിട്ടുണ്ട്, ഒരു ഇൻഡക്ടർ. ആ കോയിലിലേക്ക് ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, ബാറ്ററി വോൾട്ടേജ് ആണെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും മാത്രമേ സർക്യൂട്ടിലെ കറണ്ടിൽ വേരിയേഷൻ വരുന്നുള്ളൂ. പക്ഷേ AC ആവുമ്പം സർക്യൂട്ടിലെ കറണ്ട് എപ്പോഴും വാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കോയിലിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിലും എപ്പോഴും വേരിയേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ കറണ്ട് പാസ് ചെയ്യുന്ന കോയിലിനെ നമുക്ക് പ്രൈമറി കോയിൽ എന്ന് വിളിക്കാം. പ്രൈമറി കോയിലിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, ഫ്ലക്സ് നിങ്ങൾക്ക് കാണാം. ഈ കോയിലിനടുത്തായി മറ്റൊരു കോയിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഇതാണ് സെക്കൻഡറി കോയിൽ. ഇനി പ്രൈമറി കോയിലിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ്, ഫീൽഡ് ലൈൻസ് സെക്കൻഡറി കോയിലിലേക്കും ലഭ്യമാവുന്നത് നമുക്കിവിടെ കാണാവുന്നതാണ്. ഫസ്റ്റ് കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ വേരിയേഷൻ അതിനാൽ സെക്കൻഡ് കോയിലിലേക്കും അവൈലബിൾ ആണ്. ആ രീതിയിൽ നോക്കുമ്പോൾ സെക്കൻഡ് കോയിലിലേക്ക് ലഭ്യമാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ വേരിയേഷൻ വരുന്നതിനാൽ സെക്കൻഡ് കോയിലിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ സംഭവിച്ച് ഇൻഡ്യൂസ്ഡ് EMFും അതുവഴി ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ടും ഡെവലപ്പ് ചെയ്യുന്നു. സെക്കൻഡറി കോയിലിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഗാൽവനോമീറ്ററിൽ നിന്നും ഇത് വളരെ വ്യക്തമായി നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ നിന്നെല്ലാം മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ 2 കോയിലുകൾ തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്ഷൻ ഒന്ന് നോക്കാം. മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ സെക്കൻഡ് കോയിൽ, ഇതിൽ നിന്നും സെക്കൻഡ് കോയിലിലേക്ക് അവൈലബിൾ ആവുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് പ്രപ്പോർഷണൽ ടു കറൻറ്റ് ത്രൂ ദ ഫസ്റ്റ് കോയിൽ. ഫസ്റ്റ് കോയിലിൽ പാസ് ചെയ്യുന്ന കറണ്ട് കൊണ്ടാണ് അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നതും ആ മാഗ്നറ്റിക് ഫ്ലക്സ് സെക്കൻഡ് കോയിലിലേക്ക് ലഭ്യമാകുന്നതും. രണ്ടാമത്തെ കോയിലിലെ കാന്തിക ഫ്ലക്സ് നേരനുപാതത്തിലാണ്. എന്തുമായിട്ടാണ് നേരനുപാതത്തിൽ? ഒന്നാമത്തെ കോയിലിൽ ഒഴുകുന്ന കറൻറ്റുമായി. കാരണം ഒന്നാമത്തെ കോയിലുള്ള കറണ്ടാണ് രണ്ടാമത്തെ കോയിലിൽ കാന്തിക ഫ്ലക്സ് ഉണ്ടാവാനുള്ള കാരണം. ഫൈ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ സിമ്പിൾ കൊടുത്തിരിക്കുന്നു. ഫൈ ടു എന്ന് കൊടുക്കാൻ കാരണം സെക്കൻഡ് കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. പ്രപ്പോർഷണൽ ടു I1 ഫസ്റ്റ് കോയിലിൽ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ്. ഫൈ ടു ഇസ് ഈക്വൽ ടു, നമ്മൾ ആ പ്രപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റിയിട്ട് ഈക്വൽ സൈൻ ചേർക്കുന്നു. ഒപ്പം നമുക്കൊരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ചേർക്കേണ്ടതുണ്ട്, M ഇൻറ്റു I1. ഫൈ ടു ഈക്വൽ ടു M ഇൻറ്റു I1. ഇവിടെ M എന്ന കോൺസ്റ്റൻറ്റ് അറിയപ്പെടുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദ കോയിൽസ്, കോയിലുകൾ തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്നാണ്, അഥവാ കോയിഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. 2 കോയിലുകൾ തമ്മിലുള്ള ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ കോയിലുകളുടെ നമ്പർ ഓഫ് ടേൺസിനെയും
കോയിലുകൾ തമ്മിലുള്ള കപ്ലിങ്ങിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റ് കപ്ലിംഗ് ആണെങ്കിൽ ഫസ്റ്റ് കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഒട്ടും ലീക്ക് ചെയ്യാതെ തന്നെ സെക്കൻഡ് കോയിലിലേക്ക് കംപ്ലീറ്റ്ലി അവൈലബിൾ ആകും. പക്ഷേ ലൂസ് കപ്ലിംഗ് ആണെങ്കിൽ കുറേ ഫ്ലക്സ് ലീക്കേജ് അതിനിടയ്ക്ക് സംഭവിച്ച് മുഴുവൻ ഫ്ലക്സും സെക്കൻഡ് കോയിലിലേക്ക് ലഭ്യമാകാത്ത ഒരവസ്ഥയാണ് വരിക. അപ്പോൾ ഈ രീതിയിൽ പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് രണ്ട് കോയിലുകൾ തമ്മിലുള്ള മാഗ്നറ്റിക് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ വരുന്നത്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ SI യൂണിറ്റും ഹെൻറി തന്നെയാണ്. ഇനി നമുക്ക് ഈ സെക്കൻഡ് കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMFന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ സെക്കൻഡ് കോയിൽ, രണ്ടാമത്തെ കോയിലിൽ പ്രേരണം ചെയ്യപ്പെടുന്ന EMF E2. ഇത് നമ്മുടെ ലെൻസസ് ലോ അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? E2 is equal to -d∅/dt. E2 equal to -d∅/dt. E2 എന്നത് സെക്കൻഡ് കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഫ്ലക്സിൻ്റെ വാല്യൂ കാണിക്കേണ്ടത് സെക്കൻഡ് കോയിലിലേക്ക് അവൈലബിൾ ആവുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ വാല്യൂ അല്ലേ. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ∅2 എന്ന് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്തെഴുതും? E2 is equal to, ഇനി നമുക്ക് വേണ്ട എന്താണ്? ഇവിടെ ∅2-ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മൾ ഓൾറെഡി സെക്കൻഡ് കോയിലിൽ അവൈലബിൾ ആവുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ വാല്യൂ എഴുതിയിട്ടുണ്ട്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ∅2-ന് പകരം നമ്മൾ നേരത്തെ എഴുതിയ വാല്യൂ ഇവിടെ കൊടുക്കണം. സോ -d/dt. ഇനി ∅2-ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലോ mi1 അല്ലേ. ∅2 is equal to mi1 നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷനാണ്. സോ ഇവിടെ ഇതിനർത്ഥം എന്താണ്? സമയത്തിനനുസരിച്ച് എമ്മിലും I1-ലും വരുന്ന ചേഞ്ച് എന്നാണ്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. രണ്ട് കോയിലുകൾ തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഈ രണ്ട് കോയിലുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ എമ്മിന് സമയത്തിനനുസരിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. കറണ്ടിനാണ് വേരിയേഷൻ ഉള്ളത്. സോ എമ്മിലുള്ള ചേഞ്ച് 0 ആയതുകൊണ്ട്, അഥവാ എമ്മിൽ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ എമ്മിൻ്റെ വാല്യൂ ഈ d/dt-യുടെ പുറത്തേക്കായിട്ട് കാണിച്ചാൽ മതി. Therefore E2 is equal to -m ഇൻറ്റു എമ്മിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ റേറ്റ് ഓഫ് ചേഞ്ചിനകത്ത് d/dt-ക്കകത്ത് I1 മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ. di1/dt. And this is the equation for induced EMF in the second coil. രണ്ടാമത്തെ കോയിലിൽ പ്രേരണം ചെയ്യപ്പെടുന്ന EMFൻ്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷനാണ് ഇത്.